എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് നീതിയുടെ മാർഗം തിരഞ്ഞെടുക്കുന്നതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് ശ്രവിക്കാം. സദൃശവാക്യങ്ങൾ 12:28. നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ട്, അതിൻ്റെ പാതയിൽ മരണം ഇല്ല. ഈ വാക്യം സോളമൻ രാജാവിൻ്റെ ജ്ഞാനവചനങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും ഒരു ശേഖരമായ സദൃശവാക്യങ്ങളുടെ ഒരു ഭാഗമാണ്. ഈ അധ്യായം നീതിയും ദുഷ്ടതയും ജ്ഞാനവും വിഡ്ഢിത്തവും തമ്മിലുള്ള വൈരുദ്ധ്യത്തെക്കുറിച്ച്, നല്ലതും ചീത്തയുമായ പ്രവൃത്തികളുടെ ഫലങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നു. ഈ വാക്യം നീതിയെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ അനന്തരഫലങ്ങളെ ഊന്നിപ്പറയുന്നു. അത് ദൈവത്തിൻ്റെ കൽപ്പനകൾക്കനുസൃതമായി ജീവിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് അഭിവൃദ്ധിയുള്ള ജീവിതത്തിലേക്ക് നയിക്കുന്നു. ദൈവത്തിൻ്റെ ജ്ഞാനവും ധാർമ്മിക തത്വങ്ങളും പിന്തുടരുന്ന നീതിപരമായ ജീവിതം നയിക്കുന്നത് സംതൃപ്തവും സമർത്ഥവുമായ ജീവിതത്തിലേക്ക് നയിക്കുന്നു. നീതി എന്നത് നിയമങ്ങളുടെ ഒരു കൂട്ടം മാത്രമല്ല, സമാധാനവും ലക്ഷ്യവും ദിശാബോധവും നൽകുന്ന ഒരു ജീവിത രീതിയാണ്. പാത എന്നത് നീതിയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വ്യക്തിയുടെ ജീവിതഗതിയെ സൂചിപ്പിക്കുന്നു. ഇവിടെ അമർത്യതയെ രണ്ടു വിധത്തിൽ മനസ്സിലാക്കാം. അത് നിത്യജീവനെ സൂചിപ്പിക്കാം. മരണത്തേക്കാൾ ദൈവവുമായുള്ള ജീവിതത്തിൻ്റെ വാഗ്ദാനമാണ്. ഇതിനെ ശാശ്വതമായ ഒരു പൈതൃകവും നിർദ്ദേശിക്കാൻ കഴിയും. ജീവിതത്തിൽ നാം എടുക്കുന്ന തിരഞ്ഞെടുപ്പുകൾ പ്രധാനമാണ് എന്ന ആശയത്തിലേക്കാണ് ഈ വാക്യം വിരൽ ചൂണ്ടുന്നത്. ദൈവത്തിൻ്റെ ധാർമ്മിക മാർഗനിർദ്ദേശം പിന്തുടരുകയും നീതിപൂർവം ജീവിക്കുകയും ചെയ്യുന്നത് വർത്തമാനത്തിലും ഭാവിയിലും നല്ലതും സമർത്ഥവുമായ ഒരു ജീവിതത്തിലേക്ക് നമ്മെ നയിക്കും. ഈ പാത മൂർത്തമായ നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുക മാത്രമല്ല, ആത്മീയ പൂർത്തീകരണവും വാഗ്ദാനം ചെയ്യുന്നു. അത് പലപ്പോഴും നിത്യജീവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിശാലമായ അർത്ഥത്തിൽ ദൈവഹിതമായി തങ്ങളുടെ ജീവിതത്തെ വിന്യസിക്കുന്നവർ ഭൗമിക ജീവിതത്തിനപ്പുറം നിത്യതയിലേക്ക് വ്യാപിക്കുന്ന സ്ഥിരതയും സമാധാനവും സുരക്ഷിതത്വവും അനുഭവിക്കുന്ന വ്യക്തികളായി മാറുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനും മൂല്യങ്ങൾക്കും അനുസൃതമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു നീതിയുള്ള പാത നാം തിരഞ്ഞെടുക്കണം. ശാശ്വതമായ കാഴ്ചപ്പാടുകൾ തേടുക, ലക്ഷ്യത്തോടും അർത്ഥത്തോടും കൂടി ജീവിക്കുന്നത് നീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്നേഹപിതാവേ, നീതിയെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത് ഇവിടെ ഇപ്പോഴുള്ള ജീവിത നിലവാരത്തിന് മാത്രമല്ല, അതിൻ്റെ ശാശ്വതമായ പ്രതിഫലങ്ങൾക്കും. കർത്താവേ, ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് അനുസൃതമായി ജീവിക്കുന്ന ഒരു ജീവിതം പൂർത്തീകരണത്തിലേക്ക് നയിക്കുകയും നിലനിൽക്കുന്ന ഒരു പൈതൃകം അവശേഷിപ്പിക്കുകയും ചെയ്യുമെന്ന് തിരിച്ചറിയാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.